ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ബീഫും ചേനയും കൂടിയുള്ള ഒരു കറിയാണ്. അപ്പോൾ അത് ഇത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ബീഫ് കഴുകി വാരി കുക്കറിലേക്ക് ഇടുക. അതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇത് നമുക്ക് ചതച്ച് ചേർക്കാം. കൂടെ നമുക്ക് 2 സവാളയും കൂടി നമുക്ക് അരിഞ്ഞിടാം. പിന്നെ ഒരു ചെറിയ ബീട്രൂട്ടും കൂടി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. കൂടെ നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പം ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മളിനി ഇതിലേക്കുള്ള ചേന ചേർത്ത് കൊടുക്കേണ്ടത്. ഇതേപോലെ ചെറിയ ക്യൂബുകളായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു തവ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ശരിക്കും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 3/4 സ്പൂൺ ഗരം മസാല ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ശരിക്കും മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് ശരിക്കും മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ വേവിച്ചിരിക്കുന്ന ബീഫും ചേനയൊക്കെ കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫുൾ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം നമുക്ക്. കാരണം ഇതിൻ്റെ വേവൊക്കെ ആയതാണ്. ഇനിയിപ്പോൾ ഈ മസാലയൊക്കെ ശരിക്കും ബീഫിലും അതുപോലെ തന്നെ ചേനയിലൊക്കെ ഒന്ന് പിടിച്ചാൽ മാത്രം മതി. ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഈ സമയത്താണ് നമ്മൾ കറക്റ്റ് ഉണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. കാരണം ആദ്യം നമ്മൾ ഉപ്പിട്ട് കൊടുത്തേക്കുന്നതാണ്. ഇപ്പം നമ്മുടെ കറി റെഡിയായി. ഇതിലേക്ക് കുറച്ച് വേപ്പില തൂവിട്ട് ഒന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്കിത് 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ആ വേപ്പിലയുടെ ഫ്ലേവറൊക്കെ കറക്റ്റ് കറിയിലേക്ക് ഒന്ന് ഇറങ്ങുന്ന വിധത്തിലായിട്ട് നമുക്കിത് തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി 2 മിനിറ്റും കൂടി നമുക്കൊന്ന് ഫുൾ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ബീഫും ചേനയും കൂടിയുള്ള കറി റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അതിന് ആ ഒരു ബീട്രൂട്ടിൻ്റെ ആ നേരിയും മധുരപ്പും കൂടി ആയി കഴിയുമ്പോൾ ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിന് വേണ്ടിയാണ് നമ്മൾ ബീട്രൂട്ട് ഇടുന്നത്. പിന്നീട് നല്ലൊരു കളറും കൂടി നമുക്ക് കിട്ടും. നമുക്കിനി ചൂടോടെ തന്നെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.